വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് CTM റൊട്ടീനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ CTM എന്ന് വെച്ചാൽ എന്താ? C എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസിങ്, T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണർ, M എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ ക്ലെൻസിങ് എന്താ മെയിനായിട്ട് ചെയ്യുന്നത്? നമ്മുടെ ഫേസിലുള്ള ഡേർട്ടുകൾ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഓയിൽ, നമ്മുടെ ഇപ്പോൾ ചിലരുടെ സ്കിൻ അറിയാമായിരിക്കുമല്ലോ, ഓയിൽ സ്കിൻ ടോൺ ആയിരിക്കും. അവർക്ക് ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ നെറ്റിയുടെ ഭാഗത്തും ഈ നോസിൻ്റെ ഭാഗത്തും ഈ ലിപ്പ് ഏരിയയിലും ചീക്ക് ഏരിയയിലൊക്കെ ചിലപ്പോൾ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യും. ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണർ. ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിൽ ഒരു pH ബാലൻസ് ഉണ്ട്, pH ലെവൽ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സ്കിന്നിന് നമുക്ക് എത്രയാണ് pH വരിക? 5.5 ആണ് നമ്മുടെ സ്കിന്നിൽ pH വരിക. ഓക്കെ, അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള pH ലെവലിലോട്ടായിരിക്കും നമ്മുടെ ഫേസ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് കറക്റ്റായിട്ട് pH ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ടോണർ യൂസ് ചെയ്യുക. ടോണർ ഇപ്പോൾ പല രീതിയിൽ നമുക്ക് കിട്ടാം. ലൈക്ക് റോസ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ അല്ലാതെ കുറേ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുറേ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കുറേ രീതിയിൽ അവൈലബിൾ ആണ്. ലൈക്ക് പോഴ്സിന് വേണ്ടിയിട്ട്, അതുപോലെ ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടുള്ള ടോണർ, അങ്ങനെ ഒരുപാട് ടോണർ ഉണ്ട്. അത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോണർ ഉണ്ട്. മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കിൻ ഇപ്പോൾ ഓയിൽ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ സ്കിന്ന് ഓയിലാണ്, എന്തിനാണ് ഞാൻ മോയ്സ്ചറൈസർ പുരട്ടുന്നതെന്ന് അവർ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ പുരട്ടുന്നത്, ഓയിൽ സ്കിന്നായാലും മോയ്സ്ചറൈസർ പുരട്ടണം, അത് നിർബന്ധമാണ്. എന്തിനാണ് പുരട്ടുന്നത്? നമ്മൾ ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു 10 വയസ്സിലുള്ള ഒരു കുട്ടിയുടെ സ്കിന്നല്ല നമ്മളൊരു 20 വയസ്സുള്ള ഒരു കുട്ടിയാകുമ്പോഴേക്കും ഡിഫറെൻ്റ് ആയിരിക്കും. സ്കിൻ ടോണും അതുപോലെ നമ്മുടെ കളറും നമ്മുടെ സ്കിൻ ടൈപ്പും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മോയ്സ്ചറൈസർ പുരട്ടുക. നമ്മൾ ചെറുപ്പത്തിലേ നമുക്ക് ചിലപ്പോൾ ന്യൂട്രീഷ്യൻസും എല്ലാം നല്ല നമ്മുടെ ഹെൽത്തി ബോഡിയാണ്. അപ്പോൾ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ ഹെൽത്ത് വീക്കായിക്കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മുടെ സ്കിൻ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് ഒരു ഫുഡ് പോലെ കൊടുക്കുക മോയ്സ്ചറൈസർ. നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ ഓയിൽ സ്കിന്നാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ,